ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സനോജ് കഴിഞ്ഞ ദിവസം പോയിരുന്നില്ലേ ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ? അന്ന് ഒരു ചോദ്യം വരികയും അതിനോടുള്ള മറുപടിയും ഒക്കെയായി ഇപ്പോൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. സനോജ് അത് നേരിട്ട് കാണുകയും അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സനോജിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വിശദീകരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. സനോജ്, യഥാർത്ഥത്തിൽ അന്ന് മറ്റു മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത് ആ ചോദ്യം ഉന്നയിച്ച മനുഷ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ്. എന്താണ് സനോജ് സംഭവിച്ചത്? ഈ പറയുന്ന മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നോ, അതോ കേട്ടറിവിന്റെ പുറത്ത് അവർ വാർത്ത കൊടുത്തതാണ്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മനു, പത്തനംതിട്ട ജില്ലയിൽ ഒന്നിലേറെ പരിപാടികൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കോട്ടയം ജില്ലയിൽ നിന്നും ഒരു ഡെപ്യൂട്ടേഷൻ എന്ന നിലയിൽ നമ്മളെ കൂന്നിയിലെ പരിപാടിയിലേക്ക് അയച്ചത്. കൂന്നിയിലെ പരിപാടിയായിരുന്നു നമുക്ക് നോക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ആറന്മുളയിലും ഒപ്പം തന്നെ തിരുവല്ലയിലും റാന്നിയിലും കൂന്നിയിലുമായിരുന്നു മുഖ്യമന്ത്രിക്ക് പത്തനംതിട്ട ജില്ലയിൽ പരിപാടികൾ. അന്ന് 4 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി കൂന്നിയിലെ പരിപാടിക്ക് നമ്മൾ പോകുന്നു. കൂന്നിയിലെ പരിപാടിക്ക് അപ്പം ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഒന്നിലേറെ പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും ഈ ദൃശ്യമാധ്യമങ്ങൾ കൂടിയെത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രയാസകരമാണ്. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് യൂണിറ്റുകൾ എത്തിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ രാവിലെ തിരുവല്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഉച്ചകഴിഞ്ഞ് റാന്നിയിലും ഒപ്പം തന്നെ ആറന്മുളയിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കൂന്നിയിലെ പരിപാടി മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ ഒഴിവാക്കി. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനൽ എന്ന നിലയിൽ കൈരളി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ ഒരു പ്രാദേശിക ലോക്കൽ ചാനലുകളും ലൈവ് സംവിധാനം, അതായത് സംഘാടകർ തന്നെ ക്രമീകരിച്ചിരുന്ന ലൈവ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞതേയില്ല. മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ജനീഷ് കുമാറാണ് അവിടെ ആദ്യം പ്രസംഗിച്ചത്. ജനീഷ് കുമാർ തൻ്റെ പ്രസംഗം തുടങ്ങി അദ്ദേഹം ഏകദേശം ഒരു 45 മിനിറ്റിലേറെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ആ വേദിയിലേക്ക് എത്തുന്നത്. വേദിയിലേക്കെത്തി ജനീഷ് കുമാർ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്തതിനു ശേഷം പ്രസംഗം അവസാനിപ്പിച്ച് അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിച്ച് തുടങ്ങി ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കാണ് സദസ്സിൽ നിന്നും ഒരു ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം തൻ്റെ പ്രസംഗം കണ്ടിന്യൂവേഷനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് ഒരു വിവാദമാവുകയോ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ പിടിച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ഫ്ലോയിൽ തന്നെ ആ പ്രസംഗം തുടർന്ന് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഈ ചോദ്യം ഉന്നയിക്കാൻ എഴുന്നേറ്റ ആൾ അവിടെ ഇരുന്ന് ഈ പ്രസംഗം മുഴുവൻ കാണുന്നു. ആ പ്രസംഗം മുഴുവൻ കണ്ട് അദ്ദേഹം പ്രവർത്തകരോട് വന്ന വാഹനത്തിൽ മടങ്ങിപ്പോകുന്നു. ഇതിനിടയിൽ പോലീസുകാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സാൻ എഴുന്നേറ്റ ആളെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്ന തരത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ വാർത്ത അറിയുന്നത് പിന്നീട് ആരൊക്കെയോ പറഞ്ഞാണ് അറിയുന്നത്. വളരെ വൈകി അറിഞ്ഞ മാധ്യമങ്ങൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബമ്പർ സമ്മാനം അടിച്ച ഭാഗ്യശാലിയെ തേടി മാധ്യമങ്ങൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഒടുവിൽ കണ്ടെത്തി കഴിയുമ്പോൾ ഞങ്ങൾ കണ്ടെത്തി, അതെന്തോ വലിയ സംഭവമായിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ അത്തരത്തിൽ ഒരു ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയ ആവേശത്തിൽ മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കാൻ എഴുന്നേറ്റ ആളുടെ അടുത്ത് പോവുകയും അദ്ദേഹത്തിനോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ, അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നിരാശ നൽകുന്ന മറുപടിയാണ് നൽകിയത്. കാരണം ഞാൻ അത്തരമൊരു പൊതുയോഗത്തിൽ ചോദ്യം ഉയർത്താൻ പാടില്ലായിരുന്നു, അതെൻ്റെ തെറ്റാണ്, ആ തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് ആ ചോദ്യം ഉന്നയിക്കാൻ എഴുന്നേറ്റ ആൾ പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഒരു പൊതുയോഗത്തിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഒരു കീഴ്വഴക്കമായി മാറിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഈ ചോദ്യം ഉന്നയിക്കുന്നവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പല വേദികളിലും അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് മാധ്യമങ്ങൾ വാർത്തയാക്കും. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ ചോദ്യങ്ങൾ ഉയർത്തി, സദസ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു, അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത നൽകും. അതിന് മുഖ്യമന്ത്രി വഴങ്ങിയാൽ സ്വാഭാവികമായിട്ടും മറ്റ് പലയിടങ്ങളിലും സമാന രീതിയിൽ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഉയരുകയും അത് മാധ്യമങ്ങളിൽ വാർത്തകൾ വരാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത്തരമൊരു അവസരത്തിന് നിന്നുകൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പക്ഷേ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാത്ത ആൾ കൂടിയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായി എതിർവാർത്തകൾ എഴുതിപ്പിടിപ്പിച്ച പല മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏകദേശം 15ഓളം മാധ്യമങ്ങൾക്കാണ് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. ആ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യകർത്താക്കൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ എല്ലാ ദിവസവും, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലായിരുന്നു രാവിലെ വാർത്താസമ്മേളനം, ഇന്നലെ ഇടുക്കിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം, ഇന്ന് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താസമ്മേളനം വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു
പൊതുയോഗത്തിൽ വെച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ആ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ, അതായത് ചോദ്യം ഉന്നയിച്ച ആളിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടിയിൽ പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ കള്ളപ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വസ്തുതാപരമാണ്. മാത്രമല്ല, കാണാത്ത കാര്യങ്ങൾ കേട്ടറിഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. കാരണം നമ്മൾ ഈ സംഭവവികാസം കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. ഈ സംഭവവികാസം ഉണ്ടായ ഉടൻ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഈ സംഭവം വിട്ടിരുന്നു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന തരത്തിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളുണ്ട്. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ദൃക്സാക്ഷികളായി നമ്മൾ കണ്ടത് മറിച്ചുള്ള കാഴ്ചയായിരുന്നു എന്നതാണ് വസ്തുതാപരമായി നമുക്ക് പറയാനുള്ളത്. മനു. ഓക്കെ, താങ്ക് യു സനോജ്. സനോജ് നേരിട്ട് കണ്ടതുകൊണ്ടാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ സനോജിനോട് ചോദിച്ചത്. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർത്തു നോക്കൂ, ആ സംഭവം നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പല മാധ്യമങ്ങളും. കാരണം അവിടെ പ്രധാനപ്പെട്ട മാധ്യമം എന്ന നിലയിൽ കൈരളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരിട്ട് കാണാതെ കണ്ട നീ അങ്ങ് മാറി നിൽക്കുക, കേട്ട ഞാൻ പറയാമെന്നൊരു ശൈലിയായിരുന്നു മാധ്യമങ്ങൾ സ്വീകരിച്ചത്. ആ ചോദ്യം ഉന്നയിച്ച മനുഷ്യനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പോലും പറഞ്ഞുകൊണ്ട് കള്ള വാർത്തകൾ കൊടുക്കുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.